എല്ലാവർക്കും നമസ്കാരം. ഞാനിത് 2010 ആദ്യം കൗൺസിലായിരുന്ന സമയത്ത് ഒരുപാട് വീടുകളുമായിട്ട് ബന്ധം വന്നു. എൻ്റെ വാർഡിനകത്ത് മുഴുവൻ ഞാൻ ബന്ധം വെച്ചപ്പോൾ വളരെ വിഷമമായ രീതിയിലാണ് എനിക്ക് പലരെയും കാണാൻ സാധിച്ചത്. പലർക്കും പല ബുദ്ധിമുട്ടുകളും ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. അങ്ങനെ ഞാൻ ആദ്യത്തെ വർഷം ജയിച്ചു വന്നെന്ന് തന്നെ ആദ്യത്തെ ഓണം വന്നു. ആ ഓണത്തിന് എനിക്ക് കുറച്ച് കിറ്റ് പാവങ്ങൾക്ക് സഹായിക്കണം, ഓണക്കിറ്റ്. ചിലവർ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കാരുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ആദ്യം ഇത് 100 പേരിലാണ് ഈ സംഭവം ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല, ഇവിടുത്തെ സ്ഥാപനങ്ങളും ആൾക്കാരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ കുറേ പേരെയൊക്കെ പോയി കണ്ടപ്പോൾ കുറച്ചൊക്കെ എന്നോട് സഹകരിച്ചു. അവരെല്ലാം നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം 100 കിറ്റ് മാത്രമാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമായപ്പം കിറ്റിനോടൊപ്പം എനിക്ക് ഫലവൃക്ഷത്തൈ, മറ്റ് തൈകളൊക്കെ കൊടുത്ത്, മലക്കറി തൈകളൊക്കെ, വിത്തുകളൊക്കെ കൊടുത്ത് ജനങ്ങളെ ഒന്ന് അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ ഓരോ വർഷം ചെല്ലും തോറും എനിക്ക് ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ, ആശയങ്ങൾ വന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം മുതലാണ് ഈ തയ്യൽ മെഷീനും കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്രാവശ്യം തയ്യൽ മെഷീനും കൊടുത്തു. പാവപ്പെട്ട കുട്ടികൾക്ക് സൈക്കിൾ, കാരണം അത് കൊടുക്കാനുള്ള കാരണം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അങ്കിളെ എനിക്കൊരു സൈക്കിൾ മേടിച്ച് തരും. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് എന്തോ ആരോ പറഞ്ഞിരിക്കുകയാണ്, കൗൺസിലിൽ എല്ലാ സഹായമുണ്ട്, ഇവിടുത്തെ കൗൺസിൽ അങ്ങനെയാണ്. ഇത് കുട്ടി കേട്ടു. അത് കേട്ടുകൊണ്ടാണ് ആ കുട്ടി, പഠിക്കുന്ന കുട്ടി, എന്നോട് ഒരിക്കൽ സ്കൂളിൻ്റെ നടയിൽ വെച്ച്, അങ്കിളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താ മോനെ ചോദിച്ചു? അത് എനിക്കൊരു സൈക്കിള് മേടിച്ച് തരുമോ അങ്കിളെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമായിപ്പോയി. അതിനുശേഷമാണ് ഞാൻ ഈ വർഷം മുതൽ 10 സൈക്കിളും കൂടെ ഓരോ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക്, അതിൽ ഈ കുഴിവീട്ടിലുള്ള ഈ കരിക്കൊക്കെ വെട്ടുന്ന ഭാഗത്തുള്ള 2 കുട്ടികൾ, അല്ലാതെ വേറെ ഒരു 4-5 കുട്ടികൾ, എല്ലാവരും ഒരു 10 കുട്ടികൾക്ക് ഞാൻ ഇന്ന് സൈക്കിൾ കൊടുത്തു. ഇത് കൊടുക്കാൻ ഉള്ള എന്നോട് സഹകരിച്ച ഒരുപാട് നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങളുണ്ട്. പല സ്ഥാപനങ്ങൾ ഇട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് ലൈവായി കാണുമ്പോൾ തന്നെ ചില സ്ഥാപനങ്ങളെയൊക്കെ പറ്റി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അവരുടെയൊക്കെ കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാൽ ആകുന്ന സഹായങ്ങൾ എനിക്ക് അവർ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അവർക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇനിയും കൂടുതൽ ജനങ്ങളെ സഹായിക്കുവാനും അവരെ സേവിക്കുവാനുള്ള ഒരു കരുത്ത് എനിക്ക് ഈശ്വരൻ തരട്ടെ എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും, സഹകരിക്കാത്തവർക്കും ഞാൻ പറയുകയാണ്, ഈ വർഷത്തെ ഓണത്തിന് എല്ലാവിധ ആശംസകളും നന്മയും നേരുന്നു. അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് കാര്യപരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണി വൈഭവമോഹിനി ത്രജഗദാം നാദേ വിരിഞ്ച പ്രിയേ വാണി ദോഷമശീഷമാശു കളവാൻ എന്നാവിനത്താദരം വാണിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ, വീഴുന്നു മൂകാംബികേ. സ്വാഗത പ്രസംഗം പറയാനായി ഹരികുമാർ BJP ഏരിയ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ആദ്യമായി കഴിഞ്ഞ 14 വർഷമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ രാജേന്ദ്രൻ നായർ അവർ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി നടത്തുന്ന ഓണക്കിറ്റ് ഈ വർഷവും വളരെ ഭംഗിയായി തയ്യാറാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള സൈക്കിൾ, മറ്റ്
കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന രാജേന്ദ്രൻ നായരെ, ഈ പരിപാടിയുടെ അധ്യക്ഷനും കൂടിയായ അദ്ദേഹത്തെ BJP ഫോർട്ട് ഏരിയ കമ്മിറ്റിയുടെയും ശ്രീകണ്ഠേശ്വരം വാർഡ് കമ്മിറ്റിയുടെയും മറ്റെല്ലാ നിങ്ങളുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഉടനെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VV രാജേഷ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മറ്റ് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ ഹരികൃഷ്ണൻ ചേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം തിരുവനന്തപുരം മഹാനഗരത്തിൻ്റെ സമ്പർക്ക പ്രമുഖമായ സഹിച്ചേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബിഗ് ബോസ് താരം കുട്ടി അഖിൽ അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സജിത് രാജ്, അതുപോലെ തന്നെ സിനിമാ താരം സജിത് രാജ് അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സീരിയൽ ആർട്ടിസ്റ്റ് ഉമാ നായർ അവരുടെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പ്രസംഗത്തിൻ്റെ വേദി അല്ലാത്തത് കൊണ്ട് പ്രസംഗിക്കുന്നില്ല. രാജേന്ദ്രൻ നായർക്കും കുടുംബത്തിനും അതോടൊപ്പം മറ്റ് ഈ നാട്ടിലെ നല്ലവരായ എല്ലാവർക്കും ശ്രീകണ്ഠേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. ആദ്യമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ഒരു പൊന്നാട ചാർത്തി ആദരിക്കൽ ചടങ്ങാണ്. അതിന് ആദരിക്കുന്നതിലേക്ക് വേണ്ടി വൈഷ്ണവിയാർക്ക് ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ജില്ലാ സമ്പർക്ക പ്രമുഖ ശ്രീ സജിത് അവരുടെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഹരികൃഷ്ണൻ അവരുടെ ആദരിക്കുന്നു. അടുത്ത ഉമാ നായരെ അടുത്തതായി സജിത് രാജിനെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി അടുത്ത കുട്ടി അഖിൽ ബിഗ് ബോസ് താരം. നമ്മുടെ ഏരിയ പ്രസിഡന്റ് ഹരി അവരുടെ ബഹുമാന്യനായ ഈ യോഗത്തിൽ വന്ന് എത്തിച്ചേരാമെന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VV രാജേഷ് അവർ, അതുപോലെ തന്നെ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ സജിത് സമ്പർക്ക പ്രമുഖ തിരുവനന്തപുരം മണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണൻ, ഏഷ്യാനെറ്റിന്റെ ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലും മറ്റ് 78 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ശ്രീ ഉമാ നായർ. ഞാൻ രാവിലെ അമ്പലത്തിൽ വെച്ച് പറഞ്ഞു, ഇങ്ങനെ വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്, ഒന്ന് വന്നാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പരിപാടിയെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു ഇതൊരു കാരുണ്യ പ്രവർത്തനമാണ്. ഒരുപാട് 100-500 പേർക്ക് ഓണക്കിറ്റും ഓണക്കോടി വിതരണവും അതുപോലെ തന്നെ ക്യാൻസർ ധനസഹായവും നടക്കാൻ പോലും കഴിയാത്ത പാവങ്ങൾക്കുള്ള വാക്കർ, വീൽ ചെയർ, തയ്യൽ ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി തയ്യൽ അറിയാവുന്ന വനിതകൾക്ക് തയ്യൽ മെഷീൻ, അതുപോലെ നിർദ്ധരായ കുടുംബങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൈക്കിൾ വിതരണം,
എല്ലാ വിഷയത്തിനും A+ വാങ്ങിയ കുട്ടികൾക്ക് ഒരു ക്യാഷ് അവാർഡും ചെറിയൊരു മൊമെൻ്റ് ഒക്കെ കൊടുത്തൊരു ചടങ്ങാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതൊരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ്. ചേട്ടാ, ഞാൻ എന്തായാലും എത്താം, ഇപ്പോൾ വിളിച്ചാലൊന്നും എനിക്ക് കാര്യമില്ല, എന്തായാലും ചേട്ടൻ കണ്ടു വിളിച്ചാലും ഞാൻ വൈകുന്നേരം എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ സമയത്തൂടെ എത്തി. അതിനെ വളരെയധികം നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയാകിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടാണ് കുട്ടിയാകിലിനെയും സജിത് രാജിനെയും ഒക്കെ ഞാൻ ക്ഷണിച്ചത്. അപ്പോൾ തന്നെ ഉടനെ അവരും എത്തിച്ചേരാമെന്ന് പറഞ്ഞു. അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പിന്നെ അതുപോലെ ബാക്കി നമ്മുടെ എല്ലാവരെയും പിന്നെ ഞാൻ തന്നെയാണ് നേരിട്ട് വിളിച്ചത്. എൻ്റെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു. അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാട്ടുകാരൻ എൻ്റെ വാർഡിലാണ് താമസിക്കുന്നത്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുമാണ്. അദ്ദേഹം പിന്നെ ഒരാഴ്ചക്ക് മുമ്പേ വിളിച്ചപ്പോൾ ഇന്നേ ദിവസം ഓണത്തിൻ്റെ തിരക്കാണ്, തിരുവനന്തപുരത്ത് ഞാൻ എത്തിയാൽ 1 മണിക്കൂർ അവിടെ ഞാൻ വന്നിട്ടേ പോകും, തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ എന്ന് എന്നോട് തീർച്ചയായിട്ടും ഏറ്റിരുന്നു വിധു പ്രതാപൻ. പക്ഷെ ഇന്ന് രാവിലെ വിളിച്ച് അദ്ദേഹത്തിന് എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ രാജേന്ദ്രൻ ചേട്ടനെ അറിയിച്ചേക്കണം, എനിക്ക് വരാൻ സാധിക്കില്ല, ഞാൻ എറണാകുളത്താണ്, അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാമെന്ന് പറഞ്ഞു. നമ്മുടെ അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ, അദ്ദേഹവും എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിലാണ്, അതുകൊണ്ട് എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചു. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ ഈ പരിപാടി തുടങ്ങാൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് 12 വർഷം ആകും. അതിൽ 1 വർഷം ആർക്കും ഞാൻ ഈ ഓണക്കിറ്റ് നൽകിയില്ല. കാരണം 2018 വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഈ കിട്ടിയ സാധനങ്ങളെല്ലാം ആ വെള്ളപ്പൊക്ക ബാധിത പ്രദേശത്തേക്ക് സുരേഷ് ഗോപി മുഖാന്തരം ഇവിടെ വന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടു പോയി. അത് കാരണം ഇവിടെയുള്ള ഈ ഇരിക്കുന്ന നല്ലവരായ അമ്മമാരും സഹോദരിമാരും ഒക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഇപ്രാവശ്യം സാറ് അവിടത്തേക്ക് കൊടുത്തയക്കണമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാനും അതങ്ങ് അംഗീകരിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചു. ആ സാധനങ്ങളെല്ലാവരും ഒന്ന് കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെ നോക്കിയാൽ ഇതൊരു 13ാമത്തെ വർഷമാണ്. 12 വർഷം ഞാൻ കൊടുത്തു കഴിഞ്ഞു. എന്തായാലും ഇതിനു വേണ്ടി സഹകരിക്കുന്ന നല്ലവരായ കുറേ മനസ്സുകളുണ്ട്. ആ മനസ്സുകളെയൊക്കെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അവർക്ക് എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ ഈ പരിപാടി നമുക്കറിയാം 12ാമത്തെ വർഷമാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞു, പലരും പല വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. ആരും പൂർണ്ണതയിലൊന്നുമല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും എനിക്ക് ഈ ഒരു വർഷം തോറും ഈ ഒരു കാരുണ്യ പ്രവർത്തനം നടത്തുവാൻ സാധിക്കുന്നതിൽ ഞാൻ വളരെയധികം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുന്നു. ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ വർഷം നടക്കുന്ന ഈ ഓണത്തിന് എല്ലാവിധ നന്മകളും ഐശ്വര്യവും സമൃദ്ധമായ എന്താ പറയുക, ഒരു സമാധാനപൂർണമായ ഒരു ഓണം തന്നെ ആകട്ടെ എന്ന് മാത്രം ശ്രീകണ്ഠേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ക്യാൻസർ രോഗബാധിതർക്കുള്ള ധനസഹായ വിതരണമാണ്. ഉമാ നായർ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് ക്യാൻസർ രോഗബാധിത എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹാപ്പി ഓണം. ശ്രീകണ്ഠേശ്വരത്തപ്പൻ്റെ മുന്നിൽ ഇങ്ങനൊരു വേദിയിൽ നിന്ന് നിങ്ങളെ എല്ലാവരും അഭിമുഖീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഒരുപക്ഷെ ഞാനൊരു വലിയ അത്ഭുതമല്ല, എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കുന്നവരും പലരും എന്നെ കണ്ടിട്ടുണ്ടാവും. ദിവസവും ഇവിടെ വരുന്നത് ഭക്തയായിട്ട്, നടിയായിട്ടല്ല. ഇങ്ങനൊരു കാര്യം ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ സാധാരണ ഔപചാരികതകളൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസം മുമ്പേയൊക്കെ വിളിച്ചാൽ വരുന്നൊരു ജാടയും പരിവേഷവും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനൊരു കാരുണ്യ പ്രവർത്തനത്തിൽ സംഘടനയുടെ ഭാഗമായിട്ട് വരുന്നതിലും അതിനോടൊപ്പം ശ്രീകണ്ഠേശ്വരത്തപ്പന്റെ മുന്നിൽ ഇങ്ങനൊരു സൽക്കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിലുമുള്ള ഒരു വലിയ
നല്ല കാര്യമായി തോന്നിയതുകൊണ്ടാണ് ഓടിയെത്തിയത്. അതിവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ. കാരണം തികച്ചും കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും ഈ ഓണം പോലെ നമ്മളുടെ എല്ലാവരുടെയും വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാകുമ്പോൾ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി എനിക്ക് തോന്നുന്നു ഇനി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. അപ്പൊ എന്നെ ക്ഷണിച്ചിട്ടിൽ ഒരുപാട് നന്ദി രാജേന്ദ്രൻ ചേട്ടാ. ഈ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒപ്പം എൻ്റെ സഹപ്രവർത്തകരായ ഇവർ രണ്ടുപേരും. അഖിലിനെ പിന്നെ ഈ കുട്ടിയെങ്കിലെന്ന് വിളിച്ച് എല്ലാവരും കൊച്ചായി കാണുന്നവർ, കൊച്ചൊന്നുമല്ല വലിയ പുരുഷനൊക്കെ ആയി, അഖിലെന്ന് വിളിക്കാം അല്ലേ? അപ്പൊ അഖിലിനെ, ഇദ്ദേഹത്തിനെ എനിക്ക് നേരിട്ട് പരിചയമില്ല, നമ്മുടെ സഹപ്രവർത്തകനാണെങ്കിലും ഇങ്ങനൊരു വേദിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. പിന്നെ മുതിർന്ന നമ്മുടെ പ്രവർത്തകരായ എല്ലാ ചേട്ടന്മാരെയും എനിക്കറിയാം, എന്നെ അറിയാമോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഹാപ്പി ഓണം. എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ക്യാൻസർ ധനസഹായം ഏറ്റുവാങ്ങുന്നതിനായി പൊന്നമ്മ പ്ലാഞ്ചേരിയിലായി ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാൻസർ ചികിത്സാ സഹായത്തിനുള്ള ധനനിധിയാണ്. അടുത്തതായിട്ട് ധന്യ ഭജനമഠം. അടുത്തതായിട്ട് ശ്രീകണ്ഠൻ നായർ. ശ്രീകണ്ഠൻ നായർ, അജിത് കുമാർ, ശാന്തമ്മ, ഇത്രയും. അടുത്തതായിട്ട് സൈക്കിൾ വിതരണത്തിനായി കുട്ടിയകിലിനെ ക്ഷണിച്ചുകൊള്ളും. സൈക്കിൾ വിതരണം. ചേട്ടാ ഒരു 2 വാക്ക് സംസാരിച്ചിട്ട്. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചേട്ടൻ പറഞ്ഞ് 2 കോമഡി പറയണം, എല്ലാവരും ചിരിക്കട്ടെ. വെയിൽ ഒന്ന് വാക്കിയാത്തടിച്ചിരിക്കുമ്പോ എന്ത് കോമഡി പറയും. സത്യം പറഞ്ഞ എനിക്കൊരു പുകമറയുള്ള കേട്ടോ നിങ്ങളൊക്കെ. ഒന്നാമത് കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട്, പ്രായം കൂടിക്കൂടി വന്നപ്പം. അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ വന്ന് കണ്ണിലടിച്ചപ്പോ ഇപ്പൊ ഒരു കാര്യം, സൂര്യൻ മിത്തല്ല, കറക്റ്റ് കണ്ണിൽ തന്നെ കിട്ടി. സൂപ്പർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കാണാം നിങ്ങളെ കറക്റ്റ്. അപ്പൊ പിന്നെ ഇവിടെ ആരെ കണ്ടില്ലെങ്കിലും മാവേലി തമ്മിൽ കറക്റ്റ് കാണാൻ പറ്റും. ഇതാണ് ഞങ്ങൾ പണ്ടൊരു TV-യിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ട്, 1 ലോഡ് മാവേലി എന്ന് പറഞ്ഞിട്ട്. ഇന്നാണ് ഞാൻ 1 ലോഡ് മാവേലിയെ നേരിട്ട് കാണുന്നത്. ഹാപ്പി ഓണം. അപ്പൊ ഒരുപാട് സന്തോഷത്തോടെ വരാൻ കഴിഞ്ഞാൽ ആദ്യം ഈ പരിപാടിക്ക് അങ്ങ് വിളിക്കുന്നത് സാബുവിനാണ്. സാബുവിനെ വിളിച്ചിട്ടാണ് സതീശൻ ചേട്ടൻ വിളിച്ചത്. അങ്ങനെ കുറെ പേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വിളിച്ചിട്ടുണ്ട് ഈ പരിപാടി. അപ്പോഴും എനിക്ക് ഈ പരിപാടിയുടെ പ്രാധാന്യം എന്താണ് പരിപാടി, അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. സത്യത്തില് ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഈ പരിപാടിയുടെ എന്താണ് ഇതിന്റെ ഒരു വലിപ്പം എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സത്യത്തില് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഇതുപോലുള്ള ജനപ്രതിനിധികളെ അനുകരിക്കേണ്ട പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് മുടങ്ങാതെ ഇങ്ങനെ ഓരോ ഓണത്തിനും നിങ്ങൾക്ക് ഇതുപോലെ ഓണക്കിറ്റും ഇതുപോലുള്ള പരിപാടികളും നടത്തുന്നതിന് ഇതിന്റെ രാജേന്ദ്രൻ ചേട്ടനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും, അതുപോലെ BJP വാർഡ് കമ്മിറ്റിക്കും ഒക്കെ ഉള്ള എന്റെ എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നു. ഒരുപാട് സമയം നിങ്ങളോട് സംസാരിക്കണമെന്ന്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയാം ഇവിടെ ഇരുന്ന് വെയിൽ വന്നപ്പോൾ ഞാൻ എന്താണ് അനുഭവിച്ചത്, അതിന്റെ അപ്പുറമാണ് പുറയിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സംസാരിച്ച് നീട്ടുന്നില്ല. കുറെ കാലത്തിന് ശേഷം നമ്മൾ അകന്നിരുന്ന് ഓണം ഇപ്പൊ അടുത്തിരുന്ന് ഓണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ അടുത്തിരുന്ന് ഓണം ആഘോഷിക്കാനും
കാണാനും അടുത്തിരുന്ന് ഓണം ഉണ്ണാനും ഒക്കെ കുടുംബസമേതം ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓണങ്ങളും സാധിക്കട്ടെ. ഇവിടുത്തെ ഈ സ്റ്റേജിനെ സംബന്ധിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർമ്മാല്യം കാണാൻ വരുന്ന ഒരാളാണ് ഞാനും. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം. നമ്മുടെ BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷന് സ്വാഗതം ചെയ്യും. സൈക്കിളും കൊടുക്കാം. സൈക്കിൾ ആദ്യം കൊടുക്കാം. എന്നെ വിളിച്ചിരുത്തി സൈക്കിൾ, ഞാൻ സൈക്കിൾ കൊടുക്കണ്ടേ? അല്ല, സൈക്കിൾ കൊടുക്കാം. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? സൈക്കിൾ എടുത്ത് ചവിട്ടത്താ. പേര് കുട്ടിയെങ്കിലായതുകൊണ്ടായിരിക്കും എനിക്ക് സൈക്കിൾ എടുത്തത്. പ്രായം പറഞ്ഞ ചിലപ്പോ കാറ് വരും. ആദ്യമായി നമുക്ക് പെൺകുട്ടികളുടെ സൈക്കിൾ വിതരണമാണ് നടക്കുന്നത്. പേര് വിളിക്കുന്നതനുസരിച്ച് മുന്നോട്ട് വരിക. ജടതാഴ്. ആതിര. സൈക്കിൾ വിതരണം ആരംഭിക്കുന്നു. ആദ്യമായി ആതിര. പേര് വിളിക്കുന്നതനുസരിച്ച് വന്ന് കൈപ്പറ്റുക. അടുത്തത് അനഘ. അനഘ കഴിഞ്ഞിട്ട് ഹാസിനി, ദേവിക. അനഘ, ഹാസിനി, ദേവിക, നിവേദിത. ഹാസിനി. അടുത്തതായിട്ട് ഹാസിനിയെ ക്ഷണിക്കുന്നു. പോയാ ദേവിക. അനഘ വേദിയിലുണ്ടെങ്കിൽ വരിക. വേദിയിരിക്കുന്ന എല്ലാവരും ദയവായി ഉദ്ഘാടനത്തിലേക്ക് വിളക്കിൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി VV രാജേഷ് അവരെ ക്ഷണിക്കുന്നു. പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ രാജേന്ദ്രേട്ടൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ജില്ലാ സമ്പർക്ക ശ്രീ സജിത്ത്, വേദിയിലുള്ള കലാ സാംസ്കാരിക മേഖലയിലെ തിളക്കമാർന്ന താരങ്ങൾ ശ്രീമതി ഉമാ നായർ, അതോടൊപ്പം തന്നെ ശ്രീ കുട്ടി അഖിൽ, ശ്രീ സജിത്ത് രാജ്, BJP ഫോർട്ട് ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹരി, പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഹരികൃഷ്ണൻ, മറ്റ് ആരാധനായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ നമസ്കാരം. പരമാവധി പ്രസംഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഓണ പരിപാടികളുടെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ചടങ്ങ്. വളരെ സന്തോഷമുണ്ട്. ചില വർഷങ്ങൾ നമുക്ക് ഓണം ഇത്തരത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചില്ല. അതിനുശേഷം വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഓണം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുമ്പോഴേക്കും ഒരു ചെറിയ പ്രതിസന്ധി മാത്രമാണ് ഉള്ളത്. ഞാനിപ്പോൾ പാറശാലയിൽ നിന്നാണ് വരുന്നത്. സാധാരണ പാറശാലയിൽ നിന്ന് 40 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ എത്താം. ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട്
ബാലരാമപുരത്തും കരമനയൊക്കെ റോഡിൽ കിടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് വന്നിട്ട് ഒരു 20 മിനിറ്റ് വില്ലിമാർന്ന് കിടക്കുകയാണ്. അത്രത്തോളം സന്തോഷത്തിലാണ്. ആൾക്കാരൊക്കെ റോഡിലാണെന്ന് തോന്നുന്നു, മുഴുവൻ ആൾക്കാരും. അതുകൊണ്ട് എനിക്കൊരു 4 പരിപാടി കൂടി ഇതുപോലെ ഇനിയിപ്പോൾ 1 മണിക്കൂറിനകത്തുള്ളതിന് പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ എൻ്റെയും ഭാഗ്യം ഞാൻ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും 12 വർഷമായിട്ട് രാജേന്ദ്രൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ആദ്യം ഇവിടെ നിന്ന് കൗൺസിലറായ സമയത്ത്, പിന്നീട് മായച്ചേച്ചി കൗൺസിലറായ സമയത്ത്, അദ്ദേഹം വീണ്ടും ഇവിടെ വന്നപ്പോഴൊക്കെ തുടരുന്നു. 12 വർഷം തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴേക്കും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹപ്രവർത്തകർ, സഹജീവികൾ എല്ലാവരും തന്നെ എത്രത്തോളം അവരെയൊക്കെ സഹായിക്കാൻ പറ്റും, അവരുടെയൊക്കെ കണ്ണുകളിൽ തിളക്കമാണ് എൻ്റെ ഓണം എന്ന് ചിന്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് ഈ നാടിന്റെ പ്രതീക്ഷ. രാജേന്ദ്രേട്ടൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടുള്ള എല്ലാ പൊതുബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അടിച്ചു വെച്ചിരിക്കുന്ന കവറിലേക്ക് പേര് ഞാൻ ഹരീഷ് വായിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴേക്കും, പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണെന്നൊക്കെ അവർ പറഞ്ഞിട്ട് ചിരിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവരെയൊക്കെ വിട്ടുകളയാറുണ്ട്. കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ തന്നെ സഹായിക്കാൻ വേണ്ടി അവരൊക്കെ ഒരു കരുതലോടെ അവരെയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള കവറുകളൊക്കെ അവിടെ കൊന്നുകൂടിയിരിക്കുന്നത്. അർഹതയുടെ ഉള്ള കരങ്ങളിൽ അത് എത്തിക്കുവാൻ വേണ്ടി രാജധാനിലേക്ക് പരിശ്രമിക്കുകയാണ്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമാണ് നമുക്കൊക്കെ തന്നെ. കാരണം നമ്മളൊക്കെ നിൽക്കുന്നത് ശ്രീകണ്ഠേശ്വരന്റെ മുന്നിലാണ്. നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ISROയിലെ BSSCയുടെ നമ്മുടെ ബാംഗ്ലൂർ സെന്ററിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചന്ദ്രയാൻ ഇറങ്ങിയ സ്ഥലത്തെ ശിവശക്തി പോയിന്റ് ആയിട്ടാണ് ഇനി അറിയപ്പെടുന്നത് എന്ന്. ലോകത്ത് ആർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ എത്തിയത്. തീർച്ചയായിട്ടും ആ ശ്രീകണ്ഠേശ്വരന്റെ മുൻപിലാണ്. അതിന് അനൗൺസ് ചെയ്തതിനു ശേഷം ആദ്യത്തെ പരിപാടി എനിക്കിന്ന് പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ആ ശ്രീകണ്ഠേശ്വരന്റെ മുന്നിലാണ് എന്നുള്ളത് ഒരു നിമിത്തമായിരിക്കാം. രാവിലെ മുതൽ നമ്മുടെ മുതിർന്ന പ്രവർത്തകരെ ഒക്കെ നമ്മുടെ പാർട്ടിയെ പടുത്തുയർത്തുവാൻ വേണ്ടി മുൻകാലങ്ങളിൽ കഷ്ടപ്പെട്ട് ഇപ്പോൾ കുറച്ച് പ്രായം ഒക്കെ വന്നതിന് ശേഷം അവർക്ക് കൂടുതൽ യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റാത്തവരുടെ വീട്ടിൽ ഞങ്ങളൊക്കെ എത്തുകയായിരുന്നു. ഇന്നലെ ഇന്നുമായിട്ട് ഞാൻ രാവിലെ മുതൽ ആ പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് ഈ അനൗൺസ്മെന്റിന് ശേഷം ആദ്യത്തെ പൊതുപരിപാടിയാണിത്. അത് ഇവിടെ തന്നെ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒക്കെ തന്നെ രാജ്യത്തിന് അഭിമാനമായി മാറിയ ISROയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ശ്രീ സേവ്നാഥ് സാർ ഇന്ന് രാത്രി 10:45 എയർപോർട്ടിൽ വരുന്നുണ്ട്. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആ പരിപാടിക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഓണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും വളരെയധികം സന്തോഷമുള്ളതാണ്. ചിങ്ങമാസത്തെ ആദ്യത്തെ നാളുകളിൽ ഓണമായി പോയി എന്നുള്ള ഒരു ചെറിയൊരു കുറച്ച് നേരത്തെ, അതായത് കർക്കിടകം കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് സൗകര്യമെടുത്ത് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള സൗകര്യം നമുക്ക് കിട്ടിയില്ല. അത് ചില വർഷങ്ങൾ മാറി മാറി വരേണ്ടത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒരുമിച്ച് ചേരുവാനും നല്ലൊരു ഓണം ആഘോഷിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഈ കൂട്ടായ്മ എത്തിച്ചേരുവാൻ സാധിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ BJPയുടെ ഈ ഏരിയ കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ നിങ്ങളെയൊക്കെ തന്നെ സ്വന്തം കുടുംബാംഗങ്ങളായിട്ട് കാണുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട കൗൺസിലർ, എനിക്ക് തോന്നുന്നു BJPയുടെ 35 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ് ശ്രീ രാജേന്ദ്രൻ. ഇതുപോലെ മാത്രമല്ല ജനകീയ സമരങ്ങൾക്ക്, പ്രത്യേകിച്ചും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി, അത് പട്ടിണി കിടക്കാനായാലും ഉപവാസ സമരമായാലും ജയിലിൽ പോകാനായാലും എന്ത് തീരുമാനം ഞങ്ങൾ എടുത്താലും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ചുറുചുറുക്കോടെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിനും ഇവിടുത്തെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ VV രാജേഷ് അവർക്ക് ഒരു ഷോൾ അണിയിക്കാൻ ശ്രീമാൻ രാജേന്ദ്രൻ നായരെ ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ഒരു ഓണക്കിറ്റ് കൊടുക്കാനായിട്ട് ശ്രീമാൻ VV രാജേഷ് അവരെ ക്ഷണിക്കുന്നു. ടോക്കൺ നമ്പർ 1 ഓമന. ടോക്കൺ നമ്പർ 1 ഓമന. ഒരു തയ്യൽ മിഷന്റെ
വിതരണവും കൂടെ നിർവഹിക്കാൻ ശ്രീമാൻ VV രാജേഷ് അവരെ ക്ഷണിക്കുന്നു. തയ്യൽ മിഷൻ വാങ്ങാനായി ബിന്ദുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രാജിനെ ദയവായി ക്ഷണിക്കുന്നു. അടുത്തതായി ബോയ്സ് സൈക്കിൾ വിതരണമാണ്. രണ്ടുപേർക്ക് സംസാരിച്ചിട്ട് ചേട്ടാ രണ്ടുപേർക്ക് എല്ലാവർക്കും നമസ്കാരം. ശ്രീകണ്ഠേശ്വരന്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ 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 സന്തോഷമുണ്ട്. 12 വർഷമായിട്ട് ഇത്രയും ഒരു അദ്ദേഹത്തോട് സത്യം ഞാൻ റെസ്പെക്ട് ചെയ്യും. ഒന്നും പറയാനില്ല, പറയാതിരിക്കുന്നത് വളരെ റെസ്പെക്ട് ചെയ്യും. പിന്നെ ഈ തയ്യൽ മെഷീൻ കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ തോന്നുന്നു. കാരണം തയ്യൽ മെഷീന്റെ പേര് മോദി എന്നാണ്. ഹീസ് മേക്കിംഗ് ലോട്ട് ഓഫ് ഡിഫറൻസ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാക്കുന്ന പിന്നെ ആളാരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെയാണ്, എങ്ങനെയൊക്കെ നോക്കിയാലും. സോ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വ്യത്യാസം ഉണ്ടാവട്ടെ. ഈ ഓണം ആക്ച്വലി അടിപൊളിയാവട്ടെ എന്ന് ആശംസയുണ്ട്. അധികം സംസാരിക്കാൻ താങ്ക് യു വെരി മച്ച്. സൈക്കിൾ വിതരണത്തിനായി ക്ഷണിച്ചോളൂ. ബോയ്സ് സൈക്കിൾ ആദ്യമായി വിഷ്ണു. ഗേൾ സൈക്കിളില് അനഘ നേരത്തെ വാങ്ങിച്ചില്ല, അനഘയെ ക്ഷണിക്കുന്നു. ക്ഷമിക്കണം, നിവേദിത. അത് തദാശിവന്റെ മോക്കുള്ളൂ, അതിൽ ലാസ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞു. ഇത് കൂടും. അടുത്തതായിട്ട് ഗേൾസ് ബോയ്സ് സൈക്കിളിന്റെയാണ്. വിഷ്ണുവിനെ വിളിക്കുന്നു. വിഷ്ണു. അടുത്തത് വിഷ്ണു കഴിഞ്ഞ് ആദിദേവ്, അവനീഷ്, അക്ഷയ്, ഭരത് ചന്ദ്രൻ. വിഷ്ണു, ആദിദേവ്, അവനീഷ്, അക്ഷയ്, ഭരത് ചന്ദ്രൻ. ആദിദേവ്, അവിനീഷ്, അക്ഷയ്, ഭരത് ചന്ദ്രൻ. ഭരത് ചന്ദ്രൻ, അക്ഷയ്, അവനീഷ്, ആദിദേവ്, വിഷ്ണു. ഈ 5 പേർക്കാണ് അടുത്തതായിട്ട് നമ്മുടെ വാർഡില് ശുചീകരണ തൊഴിലാളികൾക്കുള്ള യൂണിഫോം വിതരണമാണ് ഹരിതകർമ്മസേന. അതില് നമ്മുടെ വാർഡിൽ 8 ഹരിതകർമ്മസേന തൊഴിലാളികളുണ്ട്. ആരെങ്കിലും ഒരാൾ വന്ന് എല്ലാവരുടെയും ഒരുമിച്ച് വാങ്ങിച്ചാൽ മതി, വെറുതെ സമയം നീണ്ടുപോകും. എന്നിട്ട് നിങ്ങളൊന്ന് പങ്കുവെച്ചെടുത്താൽ മതി. ഓരോ ജോഡി യൂണിഫോം ഉണ്ട്. ഒരാൾക്ക് ഒരു ജോഡി, രണ്ട് ഡ്രസ് വീതമുണ്ട്. അത് വന്ന് വാങ്ങണം. അത് വാങ്ങുന്നതിന് വേണ്ടി പുല്ലവരത്തുള്ള അശ്വതിയെ ക്ഷണിക്കുന്നു. അർജുൻ ദേവ്, ആദിത്യൻ, അർജുൻ ദേവ്,
അഭിരാം, അഭിരാം, ശ്രീജ, അടുത്ത തയ്യൽ മിഷന്റെ വിതരണം ബാക്കി. മണി ജയൻ തയ്യൽ മിഷൻ വാങ്ങാനായി മുന്നോട്ട് വരിക. മണി ജയൻ, ബിന്ദു, സരസ്വതി, മിനി. അടുത്ത സരസ്വതി വാങ്ങാനായി സരസ്വതി. അടുത്തതായിട്ട് മിനി. ചികിത്സാ സഹായത്തിനായി Thank you.